തിരുവചനം പഠിക്കുവാനായിട്ട് കർത്താവ് തന്ന സഹായത്തിനായിട്ട് സ്തോത്രം. ദേശമെമ്പാടും മഹാമാരി കൊണ്ട് ഭാരപ്പെടുമ്പോൾ, വ്യാകുലപ്പെടുമ്പോൾ, കർത്താവ് പ്രശ്നങ്ങളുടെ മുൻപിൽ നിരാശരായിരിക്കുമ്പോൾ അങ്ങയുടെ ചെറുകിടി ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും തിരുവചനം പഠിക്കുവാനായിട്ട് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനത്തെ പകർന്നു തരണമേ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നിന്റെ വചനത്തെ കാണുവാൻ, അറിയുവാൻ, ഗ്രഹിപ്പാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പരമകാഷ്ഠോന്മുഖ സമാന്തരത്വം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അത് എല്ലാം എഴുതി വെച്ചല്ലോ. പരമകാഷ്ഠോന്മുഖ സമാന്തരത്വം. അതെന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചിട്ട് നമ്മൾ എഴുതുകയായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 21 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം വായിച്ചേൻ. 21:4. ഓക്കെ. 92 സങ്കീർത്തനം 9 വാക്യം. ഓക്കെ. സങ്കീർത്തനം 29:1 വായിക്കാത്തവരുടെ എടുത്ത് വായിച്ചു. ഓക്കെ. 29 തന്നെ 7, 8, 9 വേറെ ആള്. നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന് 1 വാക്യം. ഓക്കെ. ഇത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പരമകാഷ്ഠോന്മുഖ സമാന്തരത്വം എന്ന് പറയുന്നത് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 വരിയിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെ 2 വരിയിലൂടെ കുറച്ചുകൂടെ ഔന്നത്യമായ രീതിയിൽ, കുറച്ചുകൂടെ ശ്രേഷ്ഠമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, പറഞ്ഞിരിക്കുക. 1 വരി പറഞ്ഞ ആശയം എന്ത് ചെയ്തിരിക്കുന്നു, 2 വരിയിലാവുമ്പോൾ കുറച്ചുകൂടെ ഉത്കൃഷ്ടമായ രീതിയിൽ, കുറച്ചുകൂടെ, ഉദാഹരണം പറഞ്ഞാൽ ആള് കൊള്ളാം. 2 വരി കൊള്ളാമെന്ന് മാത്രമല്ല, ബഹുമിടുക്കനാ. ആദ്യത്തെ വരി എന്തായിരുന്നു, ആള് കൊള്ളാം. 2ാമത്തെ വരി പറയുന്നു, ഞാൻ കൊള്ളാമെന്ന് മാത്രമല്ല, ആള് ബഹുമിടുക്കനാണ്. അപ്പോൾ 1 വരിയിൽ പറഞ്ഞ ആശയത്തെ 2 വരിയിൽ അതിനേക്കാൾ ഉത്കൃഷ്ടമായ രീതിയിൽ, ഉന്നതമായ രീതിയിൽ വെളിപ്പെടുത്തുന്നതിനെയാണ് പരമകാഷ്ഠം എന്ന് പറഞ്ഞത്. പരമകാഷ്ഠം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔന്നത്യമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, പറയപ്പെട്ടിരിക്കുന്നു. ഇനി ആ വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായൊരു ആശയം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ വേണമെന്ന് എഴുതിക്കോ. 1 വരിയിൽ പറഞ്ഞ ആശയത്തെ, 1 വരിയിൽ പറഞ്ഞ ആശയത്തെ അടുത്ത വരികളിലൂടെ കുറെ കൂടെ ഔന്നത്യത്തിൽ വെളിപ്പെടുത്തുന്നു. കുറെ കൂടെ ഔന്നത്യത്തിൽ വെളിപ്പെടുത്തുന്നു. ഉദാഹരണം, സങ്കീർത്തനം 92:9 ഒരിക്കൽ കൂടെ വായിക്കാൻ. അത് സങ്കീർത്തനം 92:9 വായിച്ചോ. ആ ആ നോക്കുക. ആദ്യം പറഞ്ഞു, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. 2ാം ഭാഗത്ത് പറയുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും, ചിതറിപ്പോകും. അപ്പൊ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ആ കാര്യം പറഞ്ഞേക്കുന്നത്. 21 സങ്കീർത്തനത്തിന് 4 വാക്യം വേറെ ആൾ വായിച്ചോ. 21:4 അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അതവന് കൊടുത്തു.
എന്നിട്ട് അടുത്ത് പറഞ്ഞു, നീ അവന് ജീവൻ മാത്രമല്ല കൊടുത്തത്, ദീർഘായുസ് നീ അവൻ എന്ത് ചെയ്തു, കൊടുത്തു. അപ്പൊ ആദ്യം പറഞ്ഞത് ജീവനെ കൊടുത്തു എന്നുള്ളതാ. അടുത്ത വാക്യത്തിൽ പറയുന്നു കേവലം ജീവനല്ല, എന്നേക്കുമുള്ള ദീർഘായുസിനെ നീ അവന് കുറച്ചുകൂടെ ശ്രേഷ്ഠമായി കൊടുത്തതിനെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. 29-ാം സങ്കീർത്തനത്തിന് 1-ാം വാക്യം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. അടുത്ത വാക്യത്തിൽ പറയുന്നത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിലും 10 പൈസ കൊടുത്താലും യഹോവയ്ക്ക് കൊടുക്കുകയല്ലേ, ഇല്ലയോ? ആണ്. പക്ഷെ എന്തോ കൊടുക്കാനാ പറയുന്നത്? അടുത്ത വാക്യത്തിൽ പറയുന്നു അവന് മഹത്വവും ശക്തിയും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പം അത് കുറേ കൂടെ ഔന്നത്യമായ രീതിയിൽ ദൈവത്തിന് വേണ്ടി നാം എന്ത് കൊടുക്കണം എന്നുള്ളതാ വെളിപ്പെടുത്തി. 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യഹോവയ്ക്ക് കൊടുപ്പിനെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തോ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. എന്നാൽ 2-ാം വാക്യത്തിൽ പറയുന്നത് അല്ലല്ലല്ല, അവന് കൊടുക്കേണ്ടത് മഹത്വവും ശക്തി, കുറേയും കൂടെ ഔന്നത്യമായ രീതിയിൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സങ്കീർത്തനം 29 തന്നെ 7, 8, 9 വാക്യങ്ങൾ പറയുന്നത് യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിതറിക്കുന്നു, മരുഭൂമിയെ നടുക്കുന്നു, കാദേശ് മരുവിനെ നടുക്കുന്നു, മാൻകേട്. നോക്കുക, അത് കൂടി 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 ഈ യഹോവയുടെ ശബ്ദം പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ എന്താണെന്നുള്ളത് കൂടിക്കൂടി സ്റ്റെപ്പ് കൂടി ഗ്രേഡ് കൂട്ടി എന്ത് ചെയ്യുക, പറയുക ചെയ്യുന്നത്. ഇനി 42-1, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ അവിടെ പറയുന്നു എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാനായിട്ട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുന്നു, പരമകാഷ്ഠ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദം നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമാക്സ്, ഏറ്റവും ഔന്നത്യമായ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവസാനം കൊണ്ട് അവസാനിപ്പിക്കുക. 1-ാം ഭാഗത്തിൽ പറഞ്ഞതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ, ഔന്നത്യമായ രീതിയിൽ 2-ാം വാക്കുകൾ 2-ാം പാദത്തിൽ പറഞ്ഞേക്കുന്നു. അതാണിത്. അടുത്തത് ജി. പക്ഷെ ഇവിടെ ആശയം വിപുലമാക്കുന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആ വിപുലമാക്കൽ എന്ത് ചെയ്യുക, ശ്രേഷ്ഠമായ വിപുലമാക്കലാണ്. മനസ്സിലായോ? അതിനേക്കാൾ കൂടുതൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലാണ് എന്ത് ചെയ്തത്, ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത്. ആഴമായ രീതിയിൽ, ഔന്നത്യമായ രീതിയിൽ, ഉത്കൃഷ്ടമായ രീതിയിൽ, അതിഗംഭീരമായ വിധത്തിൽ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ. അടുത്തത് ജി, ചിത്ര സമാന്തരത്വം. ചിത്ര സമാന്തരത്വം. ഒന്നാം വരിയിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെ രണ്ടാം വരിയിൽ ഏതെങ്കിലും ഒന്നിനോട് ഉപമിച്ച് രണ്ടാം വരിയിൽ ഏതെങ്കിലും ഒന്നിനോട് ഉപമിച്ച് വിവരിക്കുന്നു. ഉദാഹരണം സങ്കീർത്തനം 42:1. ഏതിലാ? 40 പറഞ്ഞോ, 42 പറയാ. അതെ. അപ്പൊ അവിടെ എന്ത് ചെയ്തിരിക്കുക, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? അല്ലല്ല, ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? മാൻ നീർത്തോടുകളിലേക്ക് ചേരാ. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ആദ്യം ഉപമ ആദ്യം വെച്ചു, എന്നിട്ട് ആശയം രണ്ടാമത് പറഞ്ഞു. അപ്പോൾ ഈ ആശയം വെളിപ്പെടുത്താൻ ഈ ഇങ്ങനെയുള്ളതിനകത്ത് എന്ത് ചെയ്യും, ഒരു ചിത്രത്തെ, ഒരു വാക്ചിത്രത്തെ, ഒരു ഉപമയെ എന്ത് ചെയ്തിരിക്കുന്നു, കൊണ്ടിരുന്നു. ഉദാഹരണം വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുന്നു. ഒലിവുതൈകളെ ഒരു ഉപമയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനെ വിശദമാക്കാൻ? മക്കളെ,
പിന്നെ അരമനയുടെ മാതിരിയായി കൊത്തിയ തൂണ് പോലിരിക്കുന്നു വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് എന്നുള്ളതാണ്. 42 സങ്കീർത്തനത്തിൽ നമ്മളെന്ത് വായിച്ചപ്പം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ, അത് ശരിക്കും ഇങ്ങനെ വരേണ്ടത്. എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു, ഏതുപോലെ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. യെശയ്യാ പ്രവചനം 46 അധ്യായത്തിന്റെ 11 വായിച്ചേൻ. എൻ്റെ ആലോചന അനുസരിക്കുന്ന പുരുഷൻ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു? കിഴക്ക് നിന്ന് ഞാൻ വിളിച്ചു വരുന്നു റാഞ്ചൻ പക്ഷിയെ പോലെ. യെശയ്യാ പ്രവചനം 46:11. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരാശയം ഒരു ഉപമയിലൂടെ എന്ത് ചെയ്യുക? കുറച്ചുകൂടെ വിശദമാക്കുക ചെയ്യുന്നത്. 45 സങ്കീർത്തനത്തിലോട്ട് വാങ്ങി 1 വാക്യം. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ എന്നോ എഴുത്തുകോൽ പോലെ ആകുന്നു എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം. മനസ്സിലായത് എന്തുവാന്നുള്ളത്? അപ്പോൾ ഒരു ചിത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ മാൻ നീർത്തോടിലേക്ക് പോകാൻ ഉടനെ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വന്നു, ഒരു രൂപം നമ്മുടെ മനസ്സിൽ വന്നു. എന്തുവാ? നീർത്തോടിലേക്ക് ഓടിപ്പോകുന്നൊരു മാന്. കിഴക്ക് നിന്ന് ഞാനൊരു റാഞ്ചൻ പക്ഷി, ഉടനെ ഒരു റാഞ്ചൻ പക്ഷിയുടെ രൂപം നമുക്ക് വന്നു. അതുപോലെ ആയിരിക്കും ഞാൻ എൻ്റെ ദാസനെ എന്ത് ചെയ്യുന്നത്? വിളിച്ചു വരുത്തുന്നതെന്ന്. ഇവിടെ പറഞ്ഞു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെ ആകുന്നു. അപ്പോൾ ഒരു ചിത്രം മുമ്പിൽ തന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ ആശയത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്ന ആ രീതിയാണ് ചിത്രസമാന്തരത്വം എന്ന് പറയുന്നത്. ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കില്ല. അതുകൊണ്ട് ഈ 8 പോയിന്റ് എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട, വേണ്ടാന്ന് പറഞ്ഞ് കീറിക്കളയൊന്നും വരുന്ന നോട്ടിലത് ഉണ്ടാവണം. നിങ്ങളെ ഈ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത പാരഗ്രാഫ് അല്ലെങ്കിൽ അടുത്ത കണ്ണിയായിട്ട് എഴുതിക്കോ. എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ സങ്കീർത്തനങ്ങളിൽ കാവ്യഭംഗിക്കായി പ്രാസങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ കവിതയിലെ ഒരു പ്രത്യേകതയായിരുന്നു അക്ഷരമാലാക്രമത്തിൽ കാവ്യം എഴുതുക എന്നുള്ളത്. ഇപ്പം മലയാളത്തിൽ അത് അങ്ങനെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ കവിതയെ പരിഭാഷപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അടുത്ത ലൈൻ ആകാശവിധാനം. അപ്പോൾ ആദ്യത്തെ രണ്ടാമത് മനസ്സിലായോ? ശരിക്കും അങ്ങനെയായിരുന്നു ആ സങ്കീർത്തനം മുഴുവനും എന്ത് ചെയ്യേണ്ടത്? പിന്നെ തുടങ്ങേണ്ടത് ഈ അയച്ചായിരുന്നു, പിന്നത്തെ വരി അങ്ങനെ. പക്ഷെ അങ്ങനെ മലയാളത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എബ്രായ ഭാഷയിൽ അങ്ങനെയൊക്കെ ആ സങ്കീർത്തനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഏതാ? 119 സങ്കീർത്തനം. ആദ്യത്തെ 8 വാക്യങ്ങൾ എഴുതിയേക്കുന്നത് ആലേഫ് എന്നുള്ള അക്ഷരം കൊണ്ടും, പിന്നത്തെ 8 വാക്യങ്ങൾ ബേത്ത്, പിന്നത്തെ ഗീമല്, ഡാലറ്റ്, ഇങ്ങനെ എബ്രായ ഭാഷയുടെ 22 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ 8 വാക്യങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്,
അത് എബ്രായ ഭാഷയെ പഠിച്ച വളരെ രസമാണ്. അത് മാത്രമല്ല 9-ാം സങ്കീർത്തനം അങ്ങനെ എഴുതിയേക്കുന്നത്. 9-ാം സങ്കീർത്തനം എന്തുവാ, നമ്മുടെ മലയാളത്തിൽ നമുക്ക് ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഭാഷയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അതും എബ്രായ അക്ഷരമാലാക്രമത്തിലാണ് എന്തിരിക്കുന്നത്. ഓരോ അക്ഷരം, ഓരോ വാക്യവും തുടങ്ങുന്നത് ഓരോ അക്ഷര, അലഫ് ബേത്ത് ഗീമൽ ഡാലത്ത് ഇങ്ങനെ തുടങ്ങുന്നത്. 10-ാം സങ്കീർത്തനം അങ്ങനെ തന്നെ. 25-ാം സങ്കീർത്തനം 34, 111, 112, 145, വിലാപങ്ങൾ 1, 2, 3 അധ്യായങ്ങൾ. ഇതെല്ലാം എബ്രായ അക്ഷരമാലാക്രമത്തിൽ എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. അത് കാവ്യഭംഗിക്ക് വേണ്ടി രചിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ എഴുതിക്കോ, താഴെ പറയുന്ന സങ്കീർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഏതിന്? അക്ഷരമാലാക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണം. താഴെ പറയുന്ന സങ്കീർത്തനങ്ങൾ ഉദാഹരണമാണ്. സങ്കീർത്തനം 119, 9, 10, 25, 34, 37, 111, 112, 145, വിലാപങ്ങൾ 1, 2, 3. അടുത്ത പാരഗ്രാഫ്. സങ്കീർത്തനങ്ങൾ നാം പഠിക്കുമ്പോൾ വളരെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ചില സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് ശാപസങ്കീർത്തനങ്ങൾ. ശാപസങ്കീർത്തനങ്ങൾ ശത്രുക്കളുടെ മേൽ ശാപവും ദൈവത്തിൻ്റെ ന്യായവിധിയും വരട്ടെ എന്ന്, ശത്രുക്കളുടെ മേൽ ശാപവും ദൈവത്തിൻ്റെ ന്യായവിധിയും വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കീർത്തനങ്ങൾ ആണിവ. പ്രാർത്ഥിക്കുന്ന കീർത്തനങ്ങൾ ആണിവ. തിരുവെഴുത്തിലെ ശാപസങ്കീർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. തിരുവെഴുത്തിലെ ശാപസങ്കീർത്തനങ്ങൾ താഴെ പറയുന്നവയാണ്. സങ്കീർത്തനങ്ങൾ 7, 35, 55, 58, 59, 69, 79, 83, 109, 137, 139. ഈ സങ്കീർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുക്കളുടെ മേൽ ശാപം വർഷിക്കുന്ന, ശത്രുക്കളുടെ മേൽ ദൈവമേ നിന്റെ ന്യായവിധിയെ പകരണമേ, ഒഴിക്കണമേ, അവനെ മുടിച്ചു കളയണമേ, അവൻ ഇല്ലാതാകുവോളോ അവനെ എന്ത് ചെയ്യണമേ, ദണ്ഡിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ചില കീർത്തനങ്ങളാണിത്. നോക്കാം അതൊക്കെ എന്തൊക്കെയാണ്. 35 വരാം നമുക്ക്. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അവിടുന്ന് പരിചയും പലകയും പിടിച്ച് എനിക്ക് സഹായത്തിനായി നിൽക്കണമേ. അവിടുന്ന് കുന്തം ഊരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ.
നീ എൻ്റെ രക്ഷയാകുന്നുവല്ലോ, ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണം. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അവമാനവും വരട്ടെ. എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ. അവർ കാറ്റിന് മുമ്പിലെ പതിര് പോലെയാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുണ്ടതും വഴുവഴുപ്പുള്ളതുമാകട്ടെ. യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു. കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണന് വേണ്ടി കുഴി കുടിച്ചിരിക്കുന്നു. അവൻ വിചാരിക്കാതെ അവന് അപായം സംഭവിക്കട്ടെ. അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ്റെ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. 12-ാം വാക്യം. എൻ്റെ പ്രാണനെ നശിപ്പിക്കുന്നവനായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യണമേ. ഇപ്പൊ ശത്രുക്കളുടെ മേലെ ഇതൊക്കെ പറഞ്ഞത് എന്തുവാ? നന്മ വരണം എന്നല്ല. ദാവീദിനെ വെറുക്കുന്ന, ദാവീദിനെ ഉപദ്രവിക്കുന്നവരുടെ മേല് ദൈവം ന്യായവിധിയും ക്രോധവും പകരണമെന്നുള്ള പ്രാർത്ഥനയായി കാണുന്ന മുഴുവനും. അതുപോലെ തന്നെയാണ് ഇനി 55 അല്ലേ, 55 പോവാം. അവിടെ എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കാം. ആ 8-ാം വാക്യം. കർത്താവേ, അവരെ സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. അതെ 15-ാം വാക്യം. മരണം പെട്ടെന്ന് അവരെ പിടിപെടട്ടെ. അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകട്ടെ. ദൈവമേ, അവിടുന്ന് അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കണമേ. രക്തപാതകവും വഞ്ചകവും മനുഷ്യരുടെ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. നോക്കുക, ഇതെല്ലാം ശത്രുക്കളുടെ മേൽ ദൈവം ചെയ്യേണ്ട ന്യായവിധിയെക്കുറിച്ചായി പറയുന്നത്. ഇങ്ങനെ എല്ലാ സങ്കീർത്തനങ്ങളും നമ്മൾ നോക്കിക്കോ. വളരെ രസകരമായ ചില സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിപ്പോൾ 55 വായിച്ചേ. 58 വാ. എന്നിട്ട് പറയുന്നു. 6-ാം വാക്യം. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർത്ത് കളയണമേ. ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണമേ. 8 അലിഞ്ഞില്ലാതെയായിത്തീരുന്ന ഒച്ചുപോലെ അവരാകട്ടെ. ഗർഭമലസിപ്പോയ സ്ത്രീയുടെ ചാപ്പിളയെ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. അവരുടെ കലങ്ങൾക്ക് മുൾത്തി തട്ട് മുമ്പേ പച്ചയും വെന്തതുമെല്ലാം അവിടുന്ന് ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയണമേ. നല്ല പ്രാർത്ഥനയല്ലേ? രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അയൽവാസികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വാക്യല്ലേ പറഞ്ഞേ ചോദിക്കും. പറഞ്ഞേക്ക് വാക്യ. അടുത്തത് അത് വേറെ രീതി. പക്ഷെ അത് എന്തുവാ സ്വയം പറയുന്നതാണ്. പക്ഷെ മറ്റേത് പറയുന്നത് എന്താണെന്നറിയാമോ? വരുന്നു അങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അടുത്തത് ഇനി 59 വാ. ആ ആ ആ ആ ആ ആ ആ 12-ാം വാക്യം. അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും ഭോഷ്കു നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്താൽ പിടിക്കപ്പെടട്ടെ. കോപത്തോടെ അവരെ സംഹരിക്കണമേ. അവർ ഇല്ലാതാകും വണ്ണം അവരെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞു പോണേ എന്നവൻ അതല്ലേ? അതാണ്. അടുത്തത് അതെ അത് തന്നെ. ഈ ഓരോ സംഘത്തിലും അതുണ്ട്. അടുത്തത് 69 വാ. എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞത് ഇന്ന് എന്ത് ചെയ്യരുത്. നമുക്ക് പിന്നെ അങ്ങനത്തെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 69-ാം വാക്യം, 69-ാം സങ്കീർത്തനം. അവിടെ എന്തോ പറയുന്നത്? ആ ആ ആ
ഉം. 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 ഓക്കെ, ഇതെല്ലാം 21 വരെ അവൻ്റെ കഷ്ടതയും പാടാതുരിതവും ഒക്കെ ആ കഷ്ട 21 വരെ തൻ്റെ കഷ്ടതയും പാടാതുരിതവും ഒക്കെ പറഞ്ഞിട്ട് വരെ കർത്താവേ അതുകൊണ്ട് നീ അവരെ എന്ത് ചെയ്യരുത്, വെറുതെ വിടരുത്, അവനെ മുടിച്ച് കളയണം. അതാ 22 തൊട്ട് പറഞ്ഞു. വായിച്ചോ. അവരുടെ മേശ അവർക്ക് മുൻപിൽ കെണിയായും അവർക്ക് പ്രതികാരവുമായും കൊടുക്കുമായി തീരട്ടെ. കാണാതിരിക്കത്തക്കവണ്ണം അവരുടെ കണ്ണുകൾ ഇരുണ്ടു പോകട്ടെ. അവരുടെ അരക്കെട്ട് എപ്പോഴും ഇളകുമാറാകട്ടെ. അവിടുത്തെ ക്രോധം അവരുടെ മേൽ പകരണമേ. അവിടുത്തെ ഉഗ്രകോപം അവരെ പിടികൂടട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആർക്കും പാർക്കാതിരിക്കട്ടെ. അവിടുന്ന് പ്രകടിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. അവിടുന്ന് മുറിവേൽപ്പിനെ അവരുടെ അകൃത്യത്തിലേക്ക് അകൃത്യം കൂട്ടണമേ. അവിടുത്തെ നീതി അവർ പ്രാപിക്കാതിരിക്കട്ടെ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേരും എന്ത് ചെയ്യണമേ. എന്നാ പ്രാർത്ഥനയല്ലേ. ആരായത് പ്രാർത്ഥിച്ച്? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദാണ് കേട്ടോ പ്രാർത്ഥിച്ചേക്കുന്നത്. ഈ പ്രാർത്ഥന ആരുടെയാ? ദാവീദിന്റെ പ്രാർത്ഥന എന്റെ അദ്ദേഹത്തിന്റെ ആദ്യം കാണാം. ഓക്കെ, അടുത്തത് ഏതാ? 79. വാ. ഇതെന്തിനാ ഇപ്പോൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഇത് വായിക്കില്ല എന്ന് എനിക്കറിയാം. ഏതാ ഇത്? ശാപസങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ എഴുതി വയ്ക്കത്തേ ഉള്ളൂ. ഇത് എവിടെ നിന്ന് നോക്കിയാൽ ഒരു പിടിയും കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് ശാപസങ്കീർത്തനം ആയതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വായിപ്പിക്കുന്നത് അതെല്ലാം കൂടെ. ശരി, 79 സങ്കീർത്തനത്തിലുള്ള അത് ആസാഫിൻ്റെ അല്ല, സോറി, ആസാഫിൻ്റെ തന്നെയാണത്. ഓക്കെ, എന്താ പുള്ളി പറയണത്? ആ ആ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരൂശലേമിന് ചുറ്റും ഒഴുകിക്കളയട്ടെ. സോറി ഓക്കെ, 12-ാം വാക്യം വായിക്കേ. അതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ അയൽക്കാർ അവിടുത്തെ നിന്നയ്ക്കത്തക്കവണ്ണം 7 ഇരട്ടിയായി അവർക്ക് പകരം കൊടുക്കണമേ. മനസ്സിലായോ? അടുത്ത സങ്കീർത്തനം 83. ദൈവമേ മിണ്ടാണ്ടിരിക്കല്ലേ. എത്ര സങ്കീർത്തനായിരുന്നു അത്? 53. ഓക്കെ. പോട്ടെ, ഇനി അതിൻ്റെ 11-ാം വാക്യം വാക്കി. അവരുടെ കുലീനന്മാരെ ഓരേബ് സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ് സൽമുന്ന എന്നവരെ പോലെയും ആക്കണമേ. ഇതൊക്കെ ആരാ? ഇസ്രായേൽ ജനങ്ങൾ ന്യായം വിധിച്ച രാജാക്കന്മാരായവരൊക്കെ കേട്ടോ. ആക്കണമേ. എൻ്റെ ദൈവമേ, 13-ാം വാക്യം, എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറന്നു പോകുന്ന പൊടി പോലെയും കാറ്റത്ത് പറന്നു പോകുന്ന പതിര് പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെയും ചുട്ടുകളെയും അഗ്നി പോലെയും അവിടുത്തെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ. അവിടുത്തെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. അവർ എന്നേക്കും 17 അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിച്ചു പോവുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. ആമേൻ. നല്ല പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചേക്കുന്നത് അല്ലേ. ഇനി അടുത്തത് 109. വാ. അപ്പൊ എന്തുകൊണ്ടാണ് ഇതെല്ലാം ശാപസങ്കീർത്തനങ്ങൾ നമ്മൾ വിളിക്കുന്നത്? ശപിക്കപ്പെട്ടവൻ എഴുതിയത് കൊണ്ടല്ല. വസ്തുത അപ്പൊ ഇതിനകത്ത് എന്തുവാ നിങ്ങൾ കാണുന്നത് മുഴുവനും എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ ഹൃദയവേദനയാണ്. ശരിക്ക് എഴുത്തുകാരൻ്റെ ഹൃദയവേദനയാണ്. നമ്മൾ ചിലപ്പോൾ പറയാം ദൈവം നിന്നോട് ചോദിച്ചോളും എന്ന് പറയുന്നത് എന്തുവാ? അനുഗ്രഹിച്ചാണോ അവനെ? അല്ല. ആ വാക്കിൽ എന്തോ ശരിക്കും ഉള്ളടങ്ങിയിരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ വേദന. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദൈവം ഉണ്ടല്ലോ. ദൈവത്തിനൊരു പരിഹാരം തരട്ടെ എന്ന് നമ്മൾ പറയുന്നത് ആശംസിച്ച് വിട്ടതല്ല അവനെ. ഒരർത്ഥത്തിൽ അത് എന്തുവായിരുന്നു? ശാപമായിരുന്നു. അവനെ ശപിച്ചതാ. എന്നാൽ ശപിച്ചോ? ഇല്ല.
പക്ഷേ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് എന്തുമായിരുന്നു ശരിക്ക്? ശാപമായിരുന്നു. ഇത് വാസ്തവത്തിൽ ഇവനിങ്ങനെ ഉണ്ടാവാൻ വേണ്ടി ഒന്നുമല്ല. വാസ്തവത്തിൽ ഇവൻ്റെ ഹൃദയവേദന ഇവൻ ദൈവത്തോട് എന്ത് ചെയ്തതാ? പകർന്നതാ. അപ്പോൾ ശാപസങ്കീർത്തനത്തെക്കുറിച്ച് എപ്പോഴും പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യന് ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കരുത്. ആ അനുഭവത്തിൽ കൂടെ ഞാനും നീയും കടന്നു പോകുമ്പോഴായിരിക്കും ഇതുപോലുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നത്? ആവർത്തിക്കുന്നത്. അവൻ്റെ ഹൃദയവേദനയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മുഴുവൻ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോന്നുള്ളത്. അല്ലാതെ ഇത് ദൈവമേ നീ അവനെ എൻ്റെ അവൻ്റെ തല വീഴല്ലേ, അതല്ല അതിനകത്ത് അർത്ഥമാക്കുന്നത്. അവൻ്റെ വേദനകൾ അവന് ദൈവത്തോട് പങ്കിടുന്ന അവൻ്റെ ഹൃദയവേദനയാണ് ഇതിനകത്ത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവനൊക്കെ അവിടെ ഇരുന്ന് ഞാൻ എങ്ങനെ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള അല്ലെ, അത്രമാത്രം ദ്രോഹം ഇവൻ എന്നോട് എന്ത് ചെയ്തിരിക്കുന്നു? ദൈവമേ ചെയ്തിരിക്കുന്നു. നോക്കാം, നമുക്ക് ബാക്കി സങ്കീർത്തനം കൂടെ പെട്ടെന്ന് വായിച്ചു തീർക്കാം. നമുക്ക് ഏതാ ഇനി? 109 വാ. വായിച്ചോ. 109:10. വെയിറ്റ് 109 10 മുതൽ 13 വരെ വായിച്ചോ. എന്ത് നല്ല പ്രാർത്ഥനയല്ലേ. ആ 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 ഓക്കെ. തൻ്റെ ഹൃദയഭാരം. അടുത്ത സങ്കീർത്തനം 137. 7, 8, 9 വാക്യങ്ങളാണ് അതിൽ. യെരുശലേമിനെ നശിപ്പിച്ച് കളഞ്ഞ ബാബിലോന്യരോട് വേണ്ടി ദൈവമേ നീ പ്രതിക്രിയ നടത്തണമേ, നീ ന്യായം വിധിക്കണമേ എന്നുള്ളതാണ് ഈ പ്രാർത്ഥന. അതിൻ്റെ അറിയില്ലോ, തുടക്കം അറിയാമല്ലോ. 137 ബാബേൽ നദികളുടെ തീരത്ത് ഇരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇതാ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ സമയത്ത് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ബാബിലോൺ പ്രവാസമൊക്കെ എന്തുവാ നിങ്ങൾ പിന്നെ പഠിക്കും. ആ സമയത്ത് ഇവരുടെ ആ യെരുശലേമിൽ നിന്ന് ഇവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന ബാബിലോൺ പ്രവാസ തീരത്തിരുന്ന് അവിടെ എഴുതുക അവർ. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? കരഞ്ഞു. അതിന് നടുവിലെ അലരി വൃക്ഷങ്ങളുടെ പേര് ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അന്നേരം ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടവർ പറഞ്ഞു, ഓയ് നിങ്ങളുടെ സിയോൻ ഗീതങ്ങളൊന്ന് പാട്. കാരണം സിയോൻ ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ സിയോൻ ഗീതാവലി അല്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. അതേതാ? ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. യെരുശലേം ദേവാലയത്തിലേക്ക് ഇവർ മല കയറി പോകുമ്പോഴേ ഇവർ പാടുന്ന കുറേ പാട്ടുകളുണ്ട്. 121 സങ്കീർത്തന അതിനകത്ത് പെട്ടാണ് ആരോഹണ ഗീതങ്ങളാണ്. അവിടേക്ക് പോകുമ്പോഴും അവരെന്ത് ചെയ്യുന്നു? ഈ ഗാനം പാടി. ഇസ്രായേലിയുടെ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഗാനങ്ങളാണ്. അത് പാടിയിട്ട് അവരെന്ത് ചെയ്യുന്നത്? കയറുന്നത്. അപ്പം ബദ്ധരാക്കി കൊണ്ടുവന്ന ബാബിലോൺ പ്രവാസത്തിലിരിക്കുന്നവരോട് പറഞ്ഞു, ഓയ് നിങ്ങളുടെ സിയോൻ ഗീതങ്ങളിലൊന്നും എന്ത് ചെയ്യുക? നിങ്ങൾ പാട് എന്ന് പറഞ്ഞു. വായിച്ചോ. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളെന്ന് പറഞ്ഞു, ആഹ്ലാദ ഗീതങ്ങൾ പാടുവീനെന്ന് പറഞ്ഞു. കാരണം അന്ന് അവർ സന്തോഷത്തോടുകൂടെ പാടിയാണ് എന്ത് ചെയ്യുന്നത്? സിയോൻ മല കയറുന്നത്. ഞങ്ങളെ പീഡിപ്പിച്ചവർ ആ ആ ആ ആ എന്നിട്ടൊക്കെ പറഞ്ഞു. 7-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, ഇടിച്ചുകളവിന് അടിസ്ഥാനം വരെ ഇടിച്ചുകളവിൻ എന്ന് പറഞ്ഞ ഏദോമേർക്കായ യഹോവേ യെരുശലേമിനെ നീ ഓർക്കണമേ. കാരണം യെരുശലേമിനെ ഇടിച്ചു അടിസ്ഥാനം വരെ ഇടിച്ചു കളയാൻ അവർ പറഞ്ഞ വാക്കുകളാണ് എടുത്ത് ഇവിടെ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അവർ പറയുക, നാശമെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തിരിക്കുന്ന ബാബിലോണെ നിന്റെ നാശം എന്ത് ചെയ്തിരിക്കുക? അടുത്തിരിക്കുക. നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്ന ഏവനും അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയുന്നത്. എന്തോ വേദനയെന്ന് പറഞ്ഞതാ. യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ചിട്ട് ഞങ്ങളെ ബദ്ധരാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് സിയോൻ ഗീതങ്ങൾ ചൊല്ലാൻ പാടി യെരുശലേമിനെ നശിപ്പിച്ച നിങ്ങളോട് ദൈവം പ്രതികാരം ചെയ്യും. നാശമെടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ എന്തുവാ? ഭാഗ്യവാനായിരിക്കും എന്ന് പറയാം.
സങ്കീർത്തനം. ഇതെന്തോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇത് വാസ്തവത്തിൽ ശാപിക്കല്ല ചെയ്യുന്നത്. ഇവൻ്റെ വേദന ഇവരെന്ത് ചെയ്യുക? ആ വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുത്തതേതാ? കഴിഞ്ഞോ? 139. ഉം. 21-ാം വാക്യം. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാനും പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർക്കുന്നവരെ ഞാൻ എതിർക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദേഷ്യത്തോടെ അവരെ ദേഷിക്കുന്നു, അവരെ ഞാൻ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. 20-ാം വാക്യം എന്തുവാ? അത് കുഴപ്പമില്ല, അവിടെ ശാപമൊന്നുമില്ലല്ലോ. ശാപം ഈ പറഞ്ഞല്ല, നിന്നെ ദ്രോഹിക്കുന്നവരെ ഞാൻ. അപ്പോൾ ഈ ശാപസങ്കീർത്തനങ്ങളെല്ലാം വ്യാഖ്യാനിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇതിൽ നിന്ന് നമ്മുടെ ശത്രുവിനോട് നമുക്ക് പോരാടാൻ വചനം നമ്മളെ അനുവദിക്കുന്നുണ്ടെന്ന്, അവനെ ശപിക്കുന്നതിന് തെറ്റൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞുള്ള ഉപദേശം എന്ത് ചെയ്യരുത്? സ്ഥാപിക്കരുത്. അതല്ല ഇതിനകത്ത് വെളിപ്പെടുത്തുന്നത്. ഇത് ഇവൻ്റെ തീവ്രമായ ദുഃഖത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അപ്പോൾ ശാപസങ്കീർത്തനങ്ങൾ എടുത്ത് എന്ത് ചെയ്യരുത്? ഉപദേശം സ്ഥാപിക്കുകയോ നീ ചെയ്ത തെറ്റ് ന്യായീകരിക്കാനായിട്ടുള്ള വാക്യങ്ങളായിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ എടുക്കാൻ പാടില്ല. എഴുത്തുകാരൻ്റെ മാനസിക അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എഴുതിക്കോ. ശാപസങ്കീർത്തനങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവയെല്ലാം എഴുത്തുകാരൻ്റെ മാനസിക വ്യഥയെ വെളിപ്പെടുത്തുന്ന വാക്കുകളത്രേ. ഇവയെല്ലാം എഴുത്തുകാരൻ്റെ മാനസിക വ്യഥയെ വെളിപ്പെടുത്തുന്ന വാക്കുകളത്രേ. ഇവയ്ക്കൊന്നും ആക്ഷരിക അർത്ഥം അല്ല എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവയ്ക്കൊന്നും ആക്ഷരിക അർത്ഥമല്ല എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കളയെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പാറമേ അടിക്കുക എന്നുള്ളതല്ല. പിന്നെന്തുവാ? ദൈവത്തിൻ്റെ ന്യായവിധി നിൻ്റെ കുടുംബത്തിന്മേൽ എന്ത് ചെയ്യും? വരട്ടെ എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടാണ്. അക്ഷരീകമായ അർത്ഥമല്ല അവിടെ. നേരെ മറിച്ച് നമ്മൾ പുതിയ നിയമത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തീവ്രാനുഭവത്തിലൂടെ കടന്നുപോയ പലരും പുതിയ നിയമത്തിലുണ്ട്. ഇതേ കഷ്ടത്തിലൂടെ കടന്നുപോയത്. അന്നേരമൊക്കെ അവർ പറയുന്നത് എന്തുവാ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തെഫാനോസിൻ്റെയും പ്രാർത്ഥന അത് തന്നെയായിരുന്നു. കർത്താവേ, ഇവരുടെ പാപത്തെ എന്ത് ചെയ്യരുതേ? നിലനിർത്തല്ലേ. അതാണ് പരിശുദ്ധാത്മ നിറവിലുള്ളൊരു ജീവിതവും അല്ലാത്ത ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമ ഭക്തന്മാർക്ക് കഴിയാത്തത് പലതും പുതിയ നിയമ ഭക്തന്മാരായ നമുക്ക് പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യുവാൻ സാധിക്കും. പൗലോസിൻ്റെയൊക്കെ ജീവിതം നോക്കിയേ. ഒരിക്കൽ പോലും പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നീ എന്നോട് ചെയ്ത പോലെയൊക്കെ ദൈവം നിന്നോട് എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞില്ല. അപ്പോസ്തലന്മാരൊക്കെ അടിക്കപ്പെട്ടപ്പോൾ അവരും തിരുനാമ നിമിത്തം അപമാനം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണിയല്ലോ, ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ എന്ന്. ആ പെർസിക്യൂഷനോടുള്ള അല്ലെങ്കിൽ കഷ്ടതയോടുള്ള ഉപദ്രവങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുക.
തിരുനാമം നിമിത്തം അപമാനം സഹിപ്പാൻ, കഷ്ടം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായിട്ട് എണ്ണിയല്ലോ. മറ്റേതല്ലായിരുന്നു. ഹൃദയം വേദനിക്കുകയായിരുന്നു. ഉടനെ പ്രതികരിക്കുക. ശരി, ദൈവം നിനക്ക് ഇതിനുവേണ്ടി എന്ത് ചെയ്യട്ടെ, പ്രതികാരം ചെയ്യട്ടെ എന്ന് പറയുന്നതും ഇല്ല. അവൻ്റെ അറിവില്ലായ്മയിൽ അത് പറഞ്ഞതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്ത് ചെയ്യും, മനസ്സിലാകും. കർത്താവ് അവനോട് എന്ത് ചെയ്യട്ടെ, ക്ഷമിക്കട്ടെ. കർത്താവ് അവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ, ജ്ഞാനത്തെ കൊടുക്കട്ടെ. കാഴ്ചപ്പാടുകൾക്ക് ഒത്തിരി വ്യത്യാസമാണ്. അതാണ് പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എന്നുള്ള ജീവിതം അല്ല നമ്മുടെ. അവനെന്നെ തോണ്ടിയാൽ ഞാൻ അവനെ മാന്തും, അവനെന്നെ മാന്തിയാൽ ഞാൻ അവനെ ഇടിക്കും, അവനെന്നെ ഇടിച്ചാൽ ഞാൻ അവനെ വെട്ടും. ഇതല്ല. തികച്ചും പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവസ്നേഹം നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവസ്നേഹത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഗാപ്പെ എന്നുള്ള സ്നേഹമാണ്. ആ ഒരു സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിൽ ആരെയും പകയ്ക്കാൻ എന്തില്ല, സാധിക്കത്തില്ല, വെറുക്കാൻ സാധിക്കത്തില്ല. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം ആ സ്നേഹം എന്തുവാന്ന് എന്ത് ചെയ്യുന്നത്, നിർവചിക്കുന്നത്. അത് നിഗളിക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ആരോടും എന്ത് ചെയ്യുന്നില്ല, ഒരു പക കണക്കിടുന്നില്ല. എന്തു പറഞ്ഞാലും സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിനക്കൊരു കാഴ്ചപ്പാടിനെ കുറിച്ച് എന്തെങ്കിലും എന്ത് ചെയ്യട്ടെ, നിനക്ക് തരട്ടെ. അപ്പം ഇതാണ് സങ്കീർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കും: സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം വരെ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ നാം പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉവ്വ്. അല്ല, ആ കവിതകളുടെ അലങ്കാര ഭംഗിക്ക് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം. പ്രാസവും അലങ്കാരവും എല്ലാം അതിനകത്താ, എല്ലാം ഇത് തന്നെ. ചോദ്യം ഇത്രയേ ഉള്ളൂ: എബ്രായ കവിതകൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അത് തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്, അത് തന്നെ ആയിരിക്കും നിങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാനും പോകുന്നത്. ഇനി പ്രസൻറ്റ് ചെയ്യാത്ത ചിലരുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതും ആരൊക്കെയത്? ഇവിടെ പ്രസൻറ്റേഷൻ കൊടുക്കാൻ ഞാൻ ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6 പേരുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് 6 പേർക്കും പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും എബ്രായ കവിതകൾ വ്യാഖ്യാനിക്കുമ്പോൾ. അത് സങ്കീർത്തനമാവാം, വിലാപങ്ങളാവാം, മറിയയുടെ പ്രാർത്ഥനയാവാം, ഏത് വേണമെങ്കിലും ആവാം. എബ്രായ കവിതകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരമൊക്കെ നേരത്തെ എഴുതി പഠിച്ചോളൂ. ഓക്കെ, ചോദ്യം വരെ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു. പരീക്ഷ എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അടുത്തത് ഒരു ചോദ്യമാണ് കേട്ടോ, ഇനി ഉണ്ടായിരിക്കും. അടുത്തത് ഇനി വേദപുസ്തകത്തിൽ അടുത്തൊരു വിഭാഗം ഏതാണെന്നറിയാമോ? പ്രവചനങ്ങളാണ്, അല്ലേ? ഉണ്ട്. ആദ്യം നമ്മളിതിനെ രണ്ടായിട്ട് തിരിച്ചത് കാവ്യവും ഗദ്യവും എന്നുള്ള രീതിയിലാണ്. അതിൽ കാവ്യങ്ങളാണ്. പ്രവചനങ്ങളെല്ലാം എന്തോന്നില്ല, ഗദ്യ രൂപത്തിൽ വരുന്നതാണ്. പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ, അപ്പോൾ ഇനി അടുത്ത ഹെഡിങ് പ്രവചനങ്ങൾ. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? വേദപുസ്തകത്തെ സാധാരണ തിരിച്ചിരിക്കുന്ന എത്ര ആയിട്ടാ? എത്ര? 4. ഏതാ? വേദപുസ്തകത്തെ എത്ര ആയിട്ട് തിരിക്കുന്നു? പഴയ നിയമം പുതിയ നിയമമുള്ള തിരിച്ചു, അത് തിരിച്ചു. അത് കഴിഞ്ഞിട്ട് പഴയ നിയമത്തെ എത്ര ആയിട്ട് വിഭജിച്ചിരിക്കുന്നു? 4 ആയിട്ട്. ഏതൊക്കെയാ? പഞ്ചഗ്രന്ഥങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, കാവ്യപുസ്തകങ്ങൾ, പ്രവചനങ്ങൾ. അത് 4 പുതിയ നിയമത്തിലോ? അത് ഏതൊക്കെയാ? സുവിശേഷങ്ങൾ, ചരിത്രം, ലേഖനങ്ങൾ, പ്രവചനം. എന്നാൽ 3 ആയിട്ട് വിഭജിക്കുന്നവരുണ്ട് ഇതിനെ.
അല്ല അതുകൊണ്ട് അല്ലാതെ മോശയുടെ ഈ 5 പഞ്ചഗ്രന്ഥങ്ങളും വാസ്തവത്തിൽ എന്തുവാ ഇത്? ചരിത്ര പുസ്തകങ്ങളാണ്. ഇസ്രായേലിൻ്റെയും ലോകത്തിൻ്റെയും. അപ്പൊ ചരിത്ര പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ എന്നിങ്ങനെ ആയിട്ട് വിഭജിച്ചിരിക്കുന്നവര് ഉണ്ട്. പുതിയ നിയമത്തിലും അങ്ങനെയാണ്. സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്തുവാ? യേശുവിൻ്റെ ചരിത്രമാണത്. സുവിശേഷങ്ങൾ യേശുവിൻ്റെ ചരിത്രം, അപ്പോസ്തലപ്രവൃത്തി സഭയുടെ ചരിത്രം. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? സുവിശേഷങ്ങളെ 3ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വിഭജിക്കേണ്ടത്. ചരിത്ര പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, പ്രവചന പുസ്തകം. ഇത് 3 ആയാലും കൊള്ളാം, 30 ആയാലും കൊള്ളാം. നമുക്ക് അതൊന്നും വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാണ്, 2 കൂട്ടരും പറയുന്നതിൽ തെറ്റില്ല. ശരി, ഒരാൾക്ക് 4ആയിട്ട് വിഭജിക്കും, ഒരു കുഴപ്പമില്ല. അപ്പം 3ആയിട്ട് വിഭജിക്കുന്ന കൂട്ടത്തിലുള്ളവർക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ചരിത്ര പുസ്തകങ്ങൾ, കാവ്യപുസ്തകങ്ങൾ, പ്രവചന ഗ്രന്ഥങ്ങൾ. ചരിത്ര പുസ്തകങ്ങളെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ചരിത്ര സഹായത്തോടെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞു. ഇനി പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്, പ്രവചന ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്നായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രവചന ഗ്രന്ഥങ്ങളെ നമ്മൾ സാധാരണയായിട്ട് പഠന സൗകര്യാർത്ഥം 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും, അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവചന പുസ്തകങ്ങളെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രവചന പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മളൊരു വാക്യം എടുത്ത് പ്രസംഗിക്കുന്നത് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് പ്രവചനം? ആരാണ് പ്രവാചകൻ? എപ്പോഴാണ് ഇയാൾ പ്രവചിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇയാൾ പ്രവചിച്ചത്? ആരോടായിരുന്നു പ്രവചിച്ചത്? ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ, നമ്മുടെ മണ്ടയിലുണ്ടായിരിക്കണം. ഏതൊക്കെ? വാട്ട് ഈസ് പ്രോഫസി? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തുവാ? തലേ കൈവച്ച് മകനെ മകളെ എന്ന് പറയുന്നതാണോ പ്രവചനം? ഇന്ന് പ്രൊഫറ്റിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ പ്രവാചകം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഞാൻ ആ പ്രവാചകന്മാരെ കുറിച്ചല്ല, ഞാൻ ബിബ്ലിക്കൽ ഞാൻ വേദപുസ്തകത്തിലുള്ള പ്രവാചകന്മാരെ കുറിച്ച് മാത്രമേ ഇപ്പം പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, ഹു ഈസ് എ പ്രോഫറ്റ്? ആരാ ഒരു പ്രവാചകൻ? അവൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ എന്തുവാ? ക്വാളിറ്റീസ് എന്താ? എല്ലാവരെയും പ്രവാചകൻ എന്ന് വിളിക്കാൻ പറ്റുമോ നമുക്ക് വേദപുസ്തകത്തിൽ? 2, എന്താണ് പ്രവചനം? അവൻ പറയുന്നത് എല്ലാം പ്രവചനമായിരുന്നോ, അതോ അവൻ പ്രവചനമായിട്ട് മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അയാളുടെ വായിക്കൂടെ വന്നത് എനിക്ക് കുറച്ച് കഞ്ഞി വേണമെന്ന് പറഞ്ഞ പ്രവചനമായിരുന്നു? അയാളുടെ വായിക്കൂടെ വന്നത് എല്ലാം പ്രവചനമായിരുന്നോ, അതോ അവൻ ദൈവാത്മപ്രേരിതമായി പറഞ്ഞത് മാത്രമേ പ്രവചനമായിരുന്നുള്ളോ? നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ? ഓക്കെ. 3, ആരോടായിരുന്നു ഈ പ്രവചനം അവൻ കൊടുത്തത്? ഏത് സാഹചര്യത്തിലാണ് കൊടുത്തത്? അതിൻ്റെ പ്രസക്തി എന്തായിരുന്നു? ആ പ്രവചനത്തിന് ഇന്നേക്കുള്ള പ്രസക്തി എന്താണ്? ആ പ്രവചനത്തിൽ നമുക്ക് ഇന്നും വല്ലതും പഠിക്കാനായിട്ടുണ്ടോ? അതോ അന്ന് പണ്ടൊരാൾ പറഞ്ഞു, ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഞങ്ങൾക്ക് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം കോഴഞ്ചേരിക്കാർക്ക് എന്തോ ഉള്ളത് അവർക്ക് കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ച പോലെ അതിന് ഇന്നത്തേക്ക് നമ്മുടെ ഈ കാലഘട്ടത്തേക്ക് വല്ല പ്രസക്തിയുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നാം പ്രവചന പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എഴുതിക്കോ. ചോദ്യമല്ല, ഹെഡിങ്. പ്രവചനങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്തായാലും ഉണ്ട്. പ്രവചന ഗ്രന്ഥങ്ങളെ പ്രധാനമായും 2ആയി വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, വലിയ പ്രവാചകന്മാർ. 2, ചെറിയ പ്രവാചകന്മാർ. ആ പുസ്തകങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചാൽ മതി. പ്രവചന ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ
നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ആരാണ് ഒരു പ്രവാചകൻ? രണ്ട്, ഒരു പ്രവാചകന്റെ ഗുണങ്ങൾ, സ്വഭാവങ്ങൾ. മൂന്ന്, പ്രവാചകന്റെ ശുശ്രൂഷ. നാല്, പ്രവചന കാലഘട്ടം. അഞ്ച്, ഈ പ്രവചനം ആരോടുള്ളതായിരുന്നു? ആറ്, ഈ പ്രവചനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഏഴ്, ഈ പ്രവചനങ്ങൾക്കുള്ള ഇന്നത്തെ പ്രസക്തി. എട്ട്, ഇവ നിവർത്തിക്കപ്പെട്ടത് എപ്പോൾ? അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ആഴ്ചയല്ലേ ക്ലാസ് ഉള്ളൂ. ഓക്കെ.